പ്രിയപ്പെട്ട സഹപാഠികളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് 4th സെമ്മിലെ റീഡിംഗ് ഓൺ മോഡേൺ അറബിക് പ്രോസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിലേക്ക് കടക്കാം. അജിബ് അൻ അശ്റത്തി മിനൽ അസ്ഇലത്തിൽ ആത്തിയ, ശേഷം വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഉത്തരം നൽകുക. ഒന്നാമത്തെ ചോദ്യം, ഇല അയ്യ ബലദിൻ യന്തമിൽ അദീബ് വസാൻ കൻഫാനി, സാഹിത്യകാരനായ വസാൻ കൻഫാനി വളർന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഫിലസ്തീൻ. പലസ്തീനിലാണ് വസാൻ കൻഫാനി ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഫി അയ്യി മെഹ്നത്തിൻ കാനത് തഅമലു ക്ലിയോപാട്ര, ക്ലിയോപാട്ര എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നത്? ആൻസർ റാഖിസത്ത്, നർത്തകിയായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, മാ അവ്വലു റിവായത്തിൻ ഫന്നിയത്തിൻ ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ആൻസർ സൈനബാണ്. റിവായത്തു സൈനബ്, സൈനബ് എന്ന നോവലാണ്. അത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എഴുതിയ സൈനബ് എന്ന നോവലാണ് ആധുനിക അറബി സാഹിത്യത്തിലെ ഒന്നാമത്തെ നോവൽ. നാലാമത്തെ ചോദ്യം, മൈ യുഅദ്ദു റായിദുൽ മസ്റഹ് അറബിയിൽ ഹദീസ്, ആധുനിക അറബിയുടെ നോവലിൻ്റെ പയനിയറായി മുന്നണി ആളായി ആരെയാണ് എണ്ണപ്പെടുന്നത്? മുന്നോടിക്കാരനായി ആരെയാണ് എണ്ണപ്പെടുന്നത്? ആൻസർ അബൂ ഖലീലുൽ ഖുബ്ബാനി. അബൂ ഖലീലുൽ ഖുബ്ബാനിയാണ് ആധുനിക അറബി നോവലിലെ പയനിയറായി എണ്ണപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മാതാക്കാന അഹ്മലു ഷാബു ഇൻദമാ മറബിൽ ബാഹത്തി ഫിൽ ഖിസ്സത്തില്ലദി അബ്തൽ ഖുംബുല, ബോംബ് നിർവീര്യമാക്കിയ ആൾ എന്ന കഥയിലെ മുറ്റത്തോടുകൂടി നടന്നു പോകുമ്പോൾ യുവാവ് എന്താണ് ചുമന്നിരുന്നത്? ആൻസർ മിദിയാൻ സഗീർ, ചെറിയ റേഡിയോ, റാഡിയോ എന്നും പറയാം, അല്ലെങ്കിൽ മിദിയാൻ സഗീറും, ചെറിയ റേഡിയോ. ആറാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലു അദബുൻ അറബി ഹസല അല ജായിസത്തി നോബലിൽ അദാബി, സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ അറബി സാഹിത്യകാരൻ ആരാണ്? ആൻസർ നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദാണ് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച അറബി സാഹിത്യകാരൻ. അടുത്ത ചോദ്യം, ഐന ഉലിദ തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീം എവിടെയാണ് ജനിച്ചത്? ആൻസർ അൽ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിലാണ്, മിസ്രിലെ അലക്സാണ്ട്രിയയിലാണ് തൗഫീഖുൽ ഹക്കീം ജനിച്ചത്. എട്ടാമത്തെ ചോദ്യം, മല്ലദി തർജമ മസ്റഹിയത്ത മോളിയൂർ അൽ ബഖീൽ അൽ ലുഗത്തിൽ അറബിയ, മോളിയരുടെ നാടകമായ അൽ ബഖീൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആൻസർ മാറൂൻ നഖാഷ്. മാറൂൻ നഖാഷാണ് അറബിയിലേക്ക് മോളിയരുടെ അൽ ബഖീൽ എന്ന നാടകം അറബിയിലേക്ക് തർജ്ജമ ചെയ്തത്. അടുത്ത ചോദ്യം, ഐന ഉലിദ അബ്ദുറഹ്മാൻ റാഫത്തുൽ ബാഷ, അബ്ദുറഹ്മാൻ റാഫത്തുൽ ബാഷ എവിടെയാണ് ജനിച്ചത്? ആൻസർ അരീഹ, അരീഹ, സിറിയയിലെ അരീഹയിലാണ് അബ്ദുറഹ്മാൻ റാഫത്ത് ജനിച്ചത്. അടുത്ത ചോദ്യം, മൻ ഹുയ ഉമ്മു അനസ്, അനസിൻ്റെ ഉമ്മ ആരായിരുന്നു? ആൻസർ ഉമൈസ ബിന്ത് മൽഹാൻ, മൽഹാന്റെ മകളായ ഉമൈസ ആയിരുന്നു, അതായത് ഉമ്മു സുലൈം. ഉമൈസ ആയിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. 11ാമത്തെ ചോദ്യം, മാഹിയ അവലു റിവായത്തിന് കതബഹ ഹന്നാമീന, ഹന്നാമീന എഴുതിയതായ ഒന്നാമത്തെ നോവൽ ഏതാണ്? ആൻസർ അൽ മസാബിഹു സർഖ, ബ്ലൂ ലാംപ്സ് എന്ന അൽ മസാബിഹ് സറഖാണ്
ഹന്ന മീന ആദ്യമായി രചിച്ച നോവൽ. അടുത്ത ചോദ്യം, മൻഹുവ മുഅല്ലഫു കിതാബ് ഫി ഷഅരിൽ ജാഹിലി. ഷഅറുൽ ജാഹിലി എന്ന കിതാബ് രചിച്ചത് ആര്? ആൻസർ താഹ ഹുസൈൻ. താഹ ഹുസൈൻ ആണ് ഷഅറുൽ ജാഹിലി എന്ന കിതാബ് രചിച്ചത്. അടുത്ത ചോദ്യം, മൻഹുവ മുഅല്ലഫു 13ാമത്തെ ചോദ്യം, മൻഹുൽ മഅറൂഫു ലഖബ് അബിൻ നല്ലാർ. കണ്ണാടിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഇത് ആരാണ്? ആൻസർ യാക്കൂബ് സനൂ. യാക്കൂബ് സനൂ ആണ് അബുൻ നല്ലാർ, കണ്ണാടിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. അടുത്ത ചോദ്യം, മൻഹുവ മുഅല്ലഫു കിതാബ് അൽ ഖർബാൽ. ഖർബാൽ എന്ന കിതാബിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ മീഖായിൽ നഈമ. മീഖായിൽ നഈമയാണ് അൽ ഖർബാൽ എന്ന കിതാബിൻ്റെ രചയിതാവ്. 15ാമത്തെ ചോദ്യം, മൻ യുലഖബു അബിൽ മസ്റഹിയ്യത്തി ദഹ്നിയ്യ. ഭൗതിക നാടകത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആര്? ആൻസർ തൗഫീഖുൽ ഹക്കീം. താങ്ക്സ് ഫോർ വാച്ചിങ്.